അപ്പോൾ അദ്ദേഹം എന്നെ സംബന്ധിച്ചിടത്തോളം നസീർ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെം ഓഫ് എ പേഴ്സൺ ആയിരുന്നു. ഒരു ജാടയും ഇല്ലാത്തൊരു നടൻ. അതായത് ശരിക്കും പറഞ്ഞാൽ ജാട കാണിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ജാട കാണിക്കേണ്ട മനുഷ്യൻ ലോകത്തുണ്ടാവില്ല. പക്ഷേ ഇപ്പോഴുള്ള പലരും ഇപ്പോഴുള്ള പല നടന്മാരെ പോലെ അല്ല. ഇപ്പോഴുള്ള ഇതിലും വളരെ ചെറിയ ചെറിയ നടന്മാർക്കുള്ള ആ ജാട പോലും ഇത്രയും വലിയ നടനായ നസീർ സാറിനുണ്ടായില്ല. ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്, ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്. ഒരു പടം മോശമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്തൊരു പടത്തിന് അയാൾ ഫ്രീ ആയിട്ട് അഭിനയിച്ചു കൊടുക്കും, ഡേറ്റ് കൊടുക്കും. അത് മാത്രമല്ല, വഴിക്ക് വെച്ചൊരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ എത്ര പരിചയമില്ലാത്ത ആളെ പോലും പരിചയമില്ല എന്നുള്ളത് പറയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. എല്ലാവരും കണ്ടു കഴിഞ്ഞാലും ചോദിക്കും വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ. ഇതാണ് ഡയലോഗ്, വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ. എന്നാൽ ഫാദറിന് സുഖമല്ലെന്ന് ചോദിക്കില്ല, കാരണം ഫാദർ ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അയാൾക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചോദിക്കില്ല. അപ്പോൾ വീട്ടിലെല്ലാവർക്കും പഴയ പോലെ തന്നെ എല്ലാവരും സുഖമായിരിക്കുന്നില്ല അല്ലേ, ഈ ഒരൊറ്റ വാക്കാണ്. അപ്പോൾ കേൾക്കുന്ന ആൾ വിചാരിക്കുമ്പോൾ അയ്യോ ദൈവമേ ഭയങ്കരമായിട്ട് എന്നെ ഓർമ്മിക്കുന്നുണ്ടല്ലോ, അത് നിങ്ങളെ കഴിഞ്ഞാലും കണ്ടാലും വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ. വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അവർക്ക് പോയി എന്ത് എവിടെ അത് കേട്ട് പോകുമ്പോഴായിരിക്കും ഈ അങ്ങനെ ഒരാളെ അറിയണം പോലും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ആരെയും വെറുപ്പിക്കാതെ വളരെ സ്നേഹമായിട്ട് പെരുമാറിക്കൊണ്ട് പോകുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു മലയാള സിനിമയിൽ ഇല്ലാത്ത. ഇന്നിപ്പോൾ പലരും കണ്ടു കഴിഞ്ഞാൽ മുഖത്തൊക്കെ പറയും എനിക്ക് നിങ്ങളെ മനസ്സിലായില്ലോ എന്ന് പല ആളും പറയും. പല വലിയ ആർട്ടിസ്റ്റുകളെ ചിലപ്പോൾ നല്ല പരിചയം ഉണ്ടാവും, എന്നാലും മനസ്സിലായില്ലോ എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഇത്രയും ഫ്രീ ആയിട്ട് പറയുന്ന ഒരാൾ. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ പഴയ കാലത്ത് താരങ്ങളില്ലായിരുന്നു, നടീനടന്മാർ മാത്രം, എല്ലാവരും തത്തുല്യമായിരുന്നു അല്ലേ. അന്ന് സംഘടനകളില്ലായിരുന്നു, അന്ന് സമാധാനം ഉണ്ടായിരുന്നു. ഇന്ന് നടന്മാർ മാറി താരങ്ങളായി. അപ്പോൾ താരങ്ങൾക്ക് വേണ്ടി സംഘടന വന്നു, അപ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ വന്നത്. അപ്പോൾ സംഘടന ഉള്ളതുകൊണ്ടാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. സംഘടന ഉള്ളതുകൊണ്ട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാലും, പക്ഷെ വേറെ കാര്യമുണ്ട്, സംഘടന ഉള്ളതുകൊണ്ട് ഒത്തിരി പേർക്ക് ഇന്ന് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മച്ചാൻ വറീസ് മരിച്ചു. ഈ മച്ചാൻ വറീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു താരസംഘടന അമ്മയുള്ളതുകൊണ്ട് എന്തുമാത്രം ബെനിഫിറ്റ് മച്ചാന് കിട്ടിയെന്നറിയാമോ. അങ്ങനെ ഒരു സംഘടന ഇല്ലായിരുന്നെങ്കിൽ മച്ചാന് അങ്ങനെ ഒരു സഹായം പോലും ലഭിക്കില്ലായിരുന്നു. അയാൾക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ 1-2 ലക്ഷം രൂപ കൂടുതൽ അയാൾക്ക് ഈ ഒരു വർഷമായിട്ട് എൻ്റെ അമ്മ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് തന്നെ മരിച്ചതിന് ശേഷം അവിടെയുള്ള ഹോസ്പിറ്റൽ ബില്ല് മുഴുവൻ സെറ്റിൽ ചെയ്ത അമ്മയാണ്. പിന്നെ എല്ലാ മാസവും കൈനീട്ടം കൊടുക്കുന്നുണ്ട്, 3000-4000 രൂപ കൈനീട്ടം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിൽക്കും. എന്നാൽ തന്നെ ഇത്രയും ഗുണം കിട്ടിക്കൊണ്ടിരുന്ന ഈ ഒരു കാരണം കൊണ്ടാണ്. പിന്നെ ഈ ഒരു പ്രധാന കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിമിക്രി. എനിക്കുള്ള ഒരു അഭിപ്രായം, എനിക്കത് പറയണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിച്ചിട്ടുള്ളതാണ്. ഈ മിമിക്രി എന്ന് പറയുന്ന സംഭവം പണ്ട് കൊച്ചിൻ അനീഫ മിമിക്രി നടത്തിയിരുന്നു, അറിയാമോ? അന്ന് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് ബെസ്റ്റ് ആക്ടർ കിട്ടിയാണ് കൊച്ചിൻ അനീഫയ്ക്ക്. പക്ഷെ അന്ന് അനീഫ അവതരിപ്പിച്ച 3-4 കഥാപാത്രങ്ങൾ, ഒന്ന് അമ്മയെന്ന സ്ത്രീയിലെ സത്യൻ മാസ്റ്ററുടെ, അതുപോലെ തന്നെ ഉമ്മറിൻ്റെ, മുത്തയ്യ, ഗോവിന്ദൻകുട്ടി, ഇങ്ങനെ കുറേ ആളുകളെ അനുകരിച്ചു. ഈ അനുകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉമ്മറിനെയോ അല്ലെങ്കിൽ സത്യനെയോ അല്ലെങ്കിൽ കാണുന്ന പോലെ, ശരിക്കും നമ്മൾ കാണുന്ന പോലെയാണ് അവതരിപ്പിക്കുന്നത്. സത്യൻ സാറിൻ്റെ അമ്മയെന്ന സ്ത്രീയിലെ സ്ത്രീ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് എന്നും തുടങ്ങുന്ന ഡയലോഗുകൾ, അത് സത്യൻ മാസ്റ്റർ എങ്ങനെയാണോ ആ കോടതിയിൽ അവതരിപ്പിച്ചത്, അതിൻ്റെ എല്ലാ ഭാവങ്ങളോടും കൂടിയാണ്, മുഖത്തുള്ള എല്ലാ എക്സ്പ്രഷനോടും കൂടിയാണ് കൊച്ചിൻ അനീഫ അവതരിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ കാണിച്ചു വരുന്ന മിമിക്രി എന്ന് പറയുന്ന പരിതാപകരമായ ഐറ്റം ഉണ്ടല്ലോ നമ്മളിവിടെ, സത്യൻ മാസ്റ്ററൊക്കെ അവതരിപ്പിക്കുന്നത് അമ്മേ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവഹേളിക്കുന്നതും. അതായത് ഇത്രയും കഴിവുള്ള ഒരു നടൻ മലയാള സിനിമയിൽ അന്നുമില്ല ഇന്നുമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത്രയും റേഞ്ചുള്ള ഒരാളായിരുന്നു. കാരണം ഇന്നുള്ള സൗകര്യങ്ങളിലല്ല സത്യൻ മാസ്റ്റർ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം കളർ പടങ്ങളിൽ അഭിനയിച്ചിട്ടില്ല, അദ്ദേഹം സിനിമാസ്കോപ്പിൽ അഭിനയിച്ചിട്ടില്ല, അദ്ദേഹം ഇപ്പോഴുള്ള ഒരു ടെക്നീഷ്യൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല. പണ്ടുള്ള ഈ ഒരു കളർ പടമായിട്ട് ചെമ്മീനോ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വേറെ ഏതൊരു പടം, ഒരു പകുതി കളറും പകുതി കളറും അല്ലാത്തൊരു
കടലമ്മ കടലമ്മ. എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പടങ്ങളിലൊക്കെയാണ് സത്യൻ മാസ്റ്റർ അഭിനയിച്ചിട്ടുള്ളത്. ടെക്നിക്കൽപരമായിട്ട് എന്നാൽ ഇത്രയും കഴിവുള്ള ഇത്രയും ആർട്ടിസ്റ്റിന് സഹായം ചെയ്ത് കിട്ടുന്ന കഴിവുകളോടുകൂടി അദ്ദേഹത്തിന് അഭിനയിക്കാൻ സാധിച്ചിട്ടില്ല. എന്നിട്ട് പോലും അദ്ദേഹം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ആ മനുഷ്യനെ അതുപോലെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്തിരുന്നെങ്കിൽ രസമുണ്ട് കാണാൻ. ഇത് അങ്ങേരെ കളിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ മിമിക്രിക്കാർ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. അങ്ങനെ മാത്രമല്ല പല ആർട്ടിസ്റ്റുകൾ. എന്നാൽ വളരെ അപൂർവം ചില ആർട്ടിസ്റ്റുകൾ മാത്രമുണ്ട് കറക്റ്റ് കഴിവുകൾ കാണിച്ചുകൊണ്ട് ഈ മിമിക്രി അവതരിപ്പിക്കുന്നത്. ഈ മിമിക്രി അവതരണം എന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ ഛർദ്ദിച്ചു വെച്ചിരിക്കുന്നതിനെ രണ്ടാമതെടുത്ത് കഴിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ മിമിക്രി എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ. പക്ഷെ അത് തന്നെ ഒരാൾ ഛർദ്ദിച്ചു വെച്ചേക്കുന്നത് വേറൊരു രീതിയിൽ എടുത്തിട്ട് ഛർദ്ദിച്ചു വെക്കുക എന്ന് പറയുന്നത് ചില സമയത്ത് വളരെ വളരെ പരിതാപകരമായിട്ട് തോന്നും. എനിക്ക് അഗസ്റ്റിന് എന്തൊന്നും എനിക്കറിയാൻ പാടില്ല. അത് കണ്ടു കഴിഞ്ഞാൽ പല സമയത്തും ഞാൻ ഈ മിമിക്രി വാച്ച് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള മിമിക്രി എന്ന് പറയുന്ന ഒരു നടൻ എന്താ ചെയ്യുന്ന ആ നടൻ ചെയ്യുന്നതിൻ്റെ കൃത്യമായിട്ട് കാണിക്കാനുള്ള കഴിവുണ്ടാവണം. അതല്ലെങ്കിൽ ആ പണിക്ക് പോകരുത് ഞാൻ പറയുള്ളൂ. ചെറിയ ചെറിയ അമച്വർ നാടകങ്ങളിലും അതുപോലെ തന്നെ പ്രൊഫഷണൽ നാടകങ്ങളിലും ചെറിയ വേഷങ്ങൾ ചെയ്ത് മലയാള സിനിമാ രംഗത്തെത്തി ഒരുപാട് നല്ല വേഷങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ശ്രീ ജോസിൻ്റെ ഒരുപാട് നല്ല വിശേഷങ്ങളാണ് നാം കേട്ടത്. ഏതായാലും തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.